ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് പാകിസ്ഥാനെ അടിക്കാനുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ ആയിരുന്നു. പക്ഷേ കൊണ്ടത് ചൈനയ്ക്കാന്ന് പറഞ്ഞല്ലോ. കൊണ്ടത് ചൈനയ്ക്കാണ്. കാരണം പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മുഴുവൻ ഒരുക്കിയിരിക്കുന്നത്, റഡാർ സംവിധാനങ്ങൾ മുഴുവൻ ചൈനയുടേതാണ്. പക്ഷേ ചൈന കൊടുത്തിരിക്കുന്ന ഏറ്റവും ആധുനികമായ റഡാർ സംവിധാനങ്ങളെ ഭേദിച്ചുകൊണ്ട് ഇന്ത്യ റഫേലിൽ നിന്ന് ഇന്ത്യൻ അതിർത്തിക്ക് പറ്റയെത്തി റഫേൽ വിമാനത്തിൽ നിന്ന് തൊടുത്ത സ്കാൽപ് ക്രൂയിസ് മിസൈൽ 100 കിലോമീറ്റർ അപ്പുറയുള്ള ഭഗവൽപൂരിലെ ഇവരുടെ തീവ്രവാദ ക്യാമ്പുകൾ, ഹെഡ്ക്വാർട്ടേഴ്സ്, ലഷ്കർ ഇ തൈബയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്തു. 100 കിലോമീറ്റർ ഇന്ത്യയിൽ മണ്ണിൽ നിന്ന് പോയ മിസൈലിനെ കാണാനോ പ്രതിരോധിക്കാനോ ചൈനീസ് റഡാർ സംവിധാനത്തിൽ കഴിഞ്ഞില്ല. അതാണ് ഒന്നാമത്തെ ചൈനയുടെ പരാജയം. അപ്പോൾ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധം ചൈന കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങൾ വെച്ച് നടത്തിയിരിക്കുന്നത് ആദ്യത്തെ ഇന്ത്യൻ അടിയിൽ തന്നെ തകർന്നു വേണം. രണ്ടാമത്, ഇപ്പോൾ രാവിലെ ഞാൻ കൈരളി ന്യൂസിൽ കണ്ടു, ഇന്ത്യയുടെ 2 വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നൊരു വാർത്ത കൈരളി ന്യൂസിൽ കണ്ടു. മറ്റ് ഏഷ്യാനെറ്റ് അടക്കമുള്ള മറ്റു മാധ്യമങ്ങളൊന്നും കണ്ടില്ല. കൈരളി ഞാൻ ആദ്യം കണ്ടതാണ്, കൈരളിയുടെ ഒരു കാർഡ് പോയപ്പോൾ കണ്ടതാണ്. പക്ഷേ ഈ ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ പാമ്പൂരിലും അക്നൂറിലും ഇന്ത്യയുടെ വിമാനം, ഹെലികോപ്റ്ററൊക്കെ ഇന്ത്യൻ അതിർത്തിക്കകത്ത് തകർന്നു വീണു. അപ്പം ആക്രമണം കൊണ്ടെന്ന് പറയുന്നില്ല, എങ്ങനെയോ തകർന്നു വീണു എന്നുള്ള വാർത്ത പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അതിന് നിജസ്ഥിതി അന്വേഷിച്ച് പോയപ്പോൾ ഒരു വിമാനം തകർന്നതിൻ്റെ ചിത്രം കിട്ടിയിട്ടുണ്ട്. ആ വിമാനം തകർന്നതിൻ്റെ ചിത്രം കിട്ടുന്നതിനൊപ്പം തന്നെ അതിൻ്റെ എൻജിൻ്റെ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. ആ എൻജിൻ എന്ന് പറഞ്ഞാൽ റഷ്യൻ നിർമ്മിതമായ ക്ലിമോവ് RD-93 എന്ന് പറയുന്ന എൻജിനാണ് തകർന്നു വീണ ഒരു വിമാനത്തിൻ്റെ എൻജിൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അത് ഡിഫൻസ് സൈറ്റുകളിൽ ആ തകർന്ന വിമാനത്തിൻ്റെ, ഇന്ത്യൻ അതിർത്തിക്കകത്താണ് തകർന്നു വീണ വിമാനത്തിൻ്റെ എൻജിൻ്റെ ചിത്രം വരുന്നു. അതിൻ്റെ മേക്കിംഗ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, റഷ്യൻ ക്ലിമോവ് RD-93. അപ്പോൾ ഞാൻ ഈ റഷ്യൻ ക്ലിമോവ് RD-93 എന്ന് പറയുന്ന എൻജിൻ ഉപയോഗിക്കുന്നത് ആരാണ്? കാരണം പല രാജ്യങ്ങൾക്കും യുദ്ധവിമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ എൻജിൻ മറ്റു പല രാജ്യങ്ങളും, ഇപ്പം നമ്മുടെ തേജസ് യുദ്ധവിമാനത്തിന് ജനറൽ ഇലക്ട്രിക്കൽസ് ആണ് അമേരിക്കയിൽ നിന്ന് എൻജിൻ തരുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ രൂപകൽപ്പന ചെയ്യുന്ന വിമാനത്തിൻ്റെ എൻജിൻ മറ്റു പല രാജ്യങ്ങളിലും ഉപയോഗിക്കുകയാണ്. അപ്പോൾ റഷ്യൻ ക്ലിമോവ് RD-93 എന്ന് പറയുന്ന എൻജിൻ ഇന്ത്യയിൽ ഒരു യുദ്ധവിമാനത്തിനും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇന്ത്യൻ വിമാനം അല്ല, പിന്നെ ആരുടെയാണ്? അങ്ങനെ നോക്കിയപ്പോൾ ലോകത്ത് 2 രാജ്യങ്ങൾ മാത്രമാണ് റഷ്യയിൽ നിന്നുള്ള ക്ലിമോവ് RD-93 എന്ന് പറയുന്ന ഈ എൻജിൻ ഉപയോഗിക്കുന്നുള്ളൂ. ഒന്ന് ചൈനയും ഒന്ന് പാകിസ്ഥാനുമാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിൽ തകർന്നു വീണിരിക്കുന്ന ഈ വിമാനം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പാകിസ്ഥാൻ്റെയാണ് അല്ലെങ്കിൽ ചൈനയുടെയാണ്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഡിഫൻസ് സൈറ്റുകൾ വരുന്നത് പാകിസ്ഥാൻ്റെ വിമാനം ഇപ്പോൾ ഈ ക്ലിമോവ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് JF-17 എഞ്ചിനാണ്. JF-17 എന്ന് പറയുന്ന ചൈനീസ് വിമാനത്തിൻ്റെ എഞ്ചിനാണ് ക്ലിമോവ്, റഷ്യൻ എഞ്ചിനാണ്. കാരണം ചൈന നല്ല ബന്ധത്തിലാണ്, സൈനിക ഇടപാടുകളും ഒക്കെ ഉണ്ട്. ഇന്ത്യയെ പോലെ തന്നെ ചില ഇടപാടുകൾ, നമ്മുടെ അത്രയും വ്യാപകമായിട്ടില്ലെങ്കിൽ പോലും ചൈനയും റഷ്യയുമായി ചില ആയുധ ഇടപാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വിമാനം JF-17 എന്ന് പറഞ്ഞ തണ്ടർ വിമാനങ്ങളാണ്. JF-17 തണ്ടർ എന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ എയറോനോട്ടിക്കൽ കോംപ്ലക്സും ചൈനയിലെ ചെങ്ഡു എയർക്രാഫ്റ്റ്സ് കോർപ്പറേഷനോട് ചേർന്ന് നിർമ്മിക്കുന്ന വിമാനമാണ്. അപ്പോൾ അങ്ങനെ നിർമ്മിച്ച പാകിസ്ഥാനിൽ ഈ വിമാനം നിർമ്മിക്കാനുള്ള ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിർമ്മിച്ച് തുടങ്ങിയോ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഏതായാലും ഇപ്പോൾ പാകിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്ന ചില JF-17 എന്ന് പറയുന്ന 4th ജനറേഷൻ വിമാനങ്ങൾ ചൈന സമ്മാനമായി കൊടുത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊരു വിമാനം നമ്മുടെ അതിർത്തിയിലേക്ക് കടന്നു വന്നു, നമ്മൾ സ്കാൽപ്പ് മിസൈൽ ഉപയോഗിച്ച് അതിനെ തകർത്തു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. അപ്പോൾ തകർന്ന് വീണിരിക്കുന്നത് ഒരു വിമാനം തകർന്നിട്ടുണ്ട്, അത് ചൈനയുടെ വിമാനമാണ്, ചൈനീസ് നിർമ്മിതമായ വിമാനമാണ്. പാകിസ്ഥാൻ്റെ വിമാനം നമ്മുടെ അതിർത്തിയിലേക്ക് വന്ന് നമ്മൾ വെടിവെച്ച് വീഴ്ത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സ്കാൽപ്പ് മിസൈൽ ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുക. സ്കാൽപ്പ് മിസൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റഫേലിൽ ഉപയോഗിക്കുന്ന മിസൈലാണ്. അതിൽ ഹമ്മർ ഉപയോഗിക്കുന്നുണ്ട്, റഫേൽ ഈ സ്കാൽപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇസ്രായേലിൻ്റെ ആണ് ഹമ്മർ. അതായത് ഈ പറഞ്ഞ പോലെ വളരെ ആഴത്തിലേക്ക് ആഴ്ന്നിറങ്ങി ബങ്കർ ബസ്റ്റർ ലെവലിലുള്ള, ബങ്കർ ബസ്റ്റർ അല്ല എന്നാൽ പോലും അതുപോലെ തന്നെ മാരകമായ പ്രകടനശേഷിയുള്ള ഒരു ആയുധമാണ് ഹമ്മർ. അത് സ്കാൽപ്പ് മിസൈൽ ക്രൂസ് മിസൈലാണ്. എയർ ലോഞ്ചഡ് ലോങ്, വിമാനത്തിൽ നിന്ന് അയക്കാൻ പറ്റുന്ന ലോങ് റേഞ്ച് മിസൈലാണ്. ഡീപ്പ് സ്ട്രൈക്ക് വെപ്പൺ എന്നൊക്കെയാണ് ഈ സ്കാൽപ്പിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇത് രണ്ടും നമ്മൾ ഉപയോഗിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ മറ്റ് രാജ്യങ്ങളുടെ മിസൈലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളും ഇപ്പം നമ്മളിപ്പം പാകിസ്ഥാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചൈനയുടെ വിമാനമായ F-17
അത് റഷ്യയുടെ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞത്. അപ്പം ഈ ആധുനിക യുദ്ധോപകരണങ്ങളിൽ മിക്കവാറും ഒരു രാജ്യത്തിൻ്റെ മാത്രം പല രാജ്യത്തിൻ്റെ ഘടകങ്ങൾ ഈ വിമാനങ്ങളിലൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു ടാക്റ്റിക്കൽ ഇമ്പോർട്ടൻസ് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ തവണ ഈ ആക്രമണം ബലാക്കോട്ടൊക്കെ നടക്കുന്ന ഉറിക്ക് ശേഷവും പുൽവാമയ്ക്ക് ശേഷമുള്ള നമ്മുടെ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ സമയത്ത് അമേരിക്കയുടെ F-16 നമ്മൾ വെടിവെച്ചിട്ടു. അർത്ഥത്തിൽ അമേരിക്ക ഞെട്ടിപ്പോയി. അമേരിക്കയുടെ F-16 പോലെയുള്ള വിമാനങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ ചില രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. അതുപോലെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയോടുകൂടിയാണ് F-16 വിമാനങ്ങൾ അന്ന് അമേരിക്ക പാകിസ്ഥാന് കൊടുത്തത്. പക്ഷേ പാകിസ്ഥാൻ അത് ഉപയോഗിച്ചു. നമ്മൾ മിഗ് ഉപയോഗിച്ച് നമ്മൾ അവരെ അടിച്ച് താഴെ ഇട്ടു. അതുപോലെ ഇപ്പോൾ ചൈനയ്ക്ക് കൊടുത്ത, ചൈന അങ്ങനെ കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഇന്ത്യക്ക് കൊടുത്തു, അല്ല പാകിസ്ഥാൻ കൊടുത്തു. പാകിസ്ഥാൻ അത് ഇന്ത്യക്കെതിരെ ഇന്നലെ പ്രയോഗിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം അത് നമ്മുടെ യുദ്ധവിമാനങ്ങളുടെ പരിധിയിൽ വരികയും നമ്മൾ റഫേൽ ഉപയോഗിച്ച് അവരെ തകർക്കുകയും ചെയ്തു. ഇപ്പോൾ റഫേൽ എന്ന് പറയുന്നത് 4.5 ജനറേഷനാണ്. JF-17 എന്ന് പറയുന്നത് 4th ജനറേഷനാണ്. ഏതായാലും 4th ജനറേഷനായ വിമാനത്തിനോട് ഇന്ത്യൻ യുദ്ധവിമാനത്തിനോട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് തകർന്നു വീണതെന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും മാത്രമല്ല നമ്മൾ ഈ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന മിസൈലുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആകാശ് പോലുള്ള മിസൈലുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു പറയുന്നുണ്ടല്ലോ. ഈ ആകാശ് മിസൈലാണ് ഇതിന് ഉപയോഗിച്ചെന്ന് പറഞ്ഞത്. സ്കാൽപ്പാണ് 2 വർഷവും വരുന്നുണ്ട്. ഇപ്പോൾ ആകാശ് മിസൈൽ ഈ നമ്മളിപ്പോൾ അർമേനിയക്ക് കൊടുത്തിട്ടുണ്ട്. അർമേനിയക്ക് കൊടുത്തിരിക്കുന്ന പ്രധാനമായും ഈ തുർക്കി കൊടുത്തിരിക്കുന്ന ബരാക്തർ ഡ്രോണുകളുണ്ട്. ഈ ബരാക്തർ ഡ്രോണുകൾക്കെതിരെ ഏറ്റവും ഫലപ്രദമാണ് ആകാശ് മിസൈൽ കണ്ടാണ് കൊടുത്തത്. അപ്പോൾ ആകാശ് മിസൈൽ ഉപയോഗിച്ചിട്ടാണോ JF-17 തകർത്തതെന്ന് കൺഫേംഡ് അല്ല, ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല. ചില സൈറ്റുകളിലൊക്കെ പറയുന്നത് സ്കാൽപ്പ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്. സ്കാൽപ്പ് ഇപ്പം എയർ ടു എയർ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഈ JF-17 വന്നപ്പോൾ നമ്മുടെ റഫേൽ പോയി അവനെ ചെറുത്ത് നമ്മുടെ റഫേലിൽ നിന്ന് അയച്ചിരിക്കുന്ന മിസൈൽ ആയിരിക്കാം അതിനെ തകർത്തെന്നുള്ള ഒരു ഊഹമാണ്. ഇതെല്ലാം ഊഹമാണ്. ഏതായാലും ഒരു വിമാനം വീണ് കിട്ടിയിട്ടുണ്ട്. പണ്ട് ഇൻഡസെന്റ് ഒരു കറുത്ത കണ്ണട കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്ന പോലെ ഒരു വിമാനം വീണിട്ടുണ്ട്. എഞ്ചിൻ കിട്ടി. അതിന്റെ എഞ്ചിൻ പരിശോധിച്ചു. അത് റഷ്യയിൽ നിർമ്മിക്കുന്ന, നേരത്തെ പറഞ്ഞ, വീണ്ടും ആവർത്തിക്കണം, ക്ലിമോവ് RD-93 ആണെന്ന് പറയുന്നു. ആ എഞ്ചിൻ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ ലോകത്ത് 2 രാജ്യങ്ങളെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇതായത് നമ്മൾ കുറേ കാലമായിട്ട് പറയുന്നുണ്ടല്ലോ, ചൈന വലിയ സംഭവമാണ്, ചൈനയുടെ കയ്യിലുള്ള സാധനങ്ങളെ ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചൈന വലിയ സംഭവമാണ്, തർക്കമൊന്നുമില്ല. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ കുതിച്ചുകയറ്റം ചൈന നടത്തുന്നുണ്ട്. നമ്മൾ പലരും ഇപ്പം മോട്ടോർ കാറുകളുടെ കാര്യത്തിലാണെങ്കിലും പൈലറ്റ് ഇല്ലാത്ത കാറുകളും വാഹനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ചൈന വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്. ചൈനയുടെ ആയുധശേഷിയെക്കുറിച്ച് നമുക്കറിയില്ല. കാരണം ചൈന ഒരിടത്തും പോയി യുദ്ധത്തിലൊന്നും ഏർപ്പെടാത്തത് കൊണ്ട് ചൈനയുടെ പക്കലുള്ള ആയുധങ്ങളുടെ പ്രഹരശേഷി എത്രമാത്രം ഉണ്ട് എന്ന് അറിയില്ല. കാരണം ചൈന നേരിട്ട് ഒരു വാറിനും പോയിട്ടില്ല. ഇപ്പോൾ അമേരിക്കയുടെ കയ്യിൽ എന്തുണ്ട്, റഷ്യയുടെ കയ്യിൽ എന്തുണ്ട്, ഇസ്രായേലിൻ്റെ കയ്യിൽ എന്തുണ്ട്, ഇറാൻ്റെ കയ്യിൽ എന്തുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, പല യുദ്ധങ്ങളിലും പല ഏറ്റുമുട്ടലുകളിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രകടനശേഷി അറിയാം. പക്ഷേ ചൈന അങ്ങനെ ഈ സമയം അടുത്ത കാലത്ത് ഒരു 10-15 വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ 4 നൂറ്റാണ്ടിനിടയ്ക്ക് ചൈന ഒരു ക്ലാഷ് ഉണ്ടായിട്ടുള്ള ഇന്ത്യയുടെ മാത്രം ഗാൽവനിലാണ്. അവിടെ ആയുധമല്ല ഉപയോഗിച്ചത്, കൈക്കരുത്തും പട്ടികയിൽ ആണി തറച്ചുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് സൈനികർ ഏറ്റുമുട്ടിയത്. അപ്പോൾ ആയുധശേഷിയിൽ ചൈന എങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കറിയില്ലാത്തതുകൊണ്ട് ചൈനയെക്കുറിച്ച് ഇങ്ങനെ ചൈന വലിയ സംഭവമാണ്, ചൈന ആനയാണ്, ചൈനയാണെന്നൊക്കെ പറഞ്ഞുള്ള വലിയൊരു ഇമേജ് ബിൽഡിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ ചൈനയുടെ ഇപ്പോൾ JF-32 പോലെയുള്ള JF സീരീസിലുള്ള വിമാനങ്ങളുണ്ടല്ലോ, J സീരീസുള്ള 5ാം തലമുറ കഴിഞ്ഞ് 6ാം തലമുറയിലേക്ക് ചൈന പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ചൈനയുടെ ഈ JF സീരീസിലുള്ള ഈ JF-17 ഒരു മികച്ച പോർ വിമാനമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത്. പക്ഷേ എവിടെ അത് യുദ്ധത്തിന് പോയിട്ടില്ല. ആദ്യമായിട്ട് പാകിസ്ഥാൻ ആ സാധനം ഓടിച്ചുകൊണ്ട് നമ്മുടെ അടുത്തോട്ട് വരികയും നമ്മളവരെ എറിഞ്ഞ് താഴെ ഇടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൈന എന്ന് പറയുന്നത് പോലെ ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ വലിയ ഒരു ഇമേജ് ഉണ്ടാക്കിയിരിക്കുന്ന ചൈന എന്നുള്ള വീർപ്പിച്ച കുമിള കൂടെ പൊട്ടിപ്പോയി എന്നാണ് ഇന്നലത്തെ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ 1ാമത്തെ ഒരു റിസൾട്ട്. അപ്പോൾ ഇത് ചൈന ഇടപെട്ടാൽ വലിയ പ്രശ്നമാവും. ചൈന ഉടനെ പാകിസ്ഥാനെ സഹായിക്കും. ചൈനയുടെ ഔദ്യോഗിക പ്രതികരണവും വന്നിട്ടുണ്ട്. ഇപ്പോൾ അരമണിക്കൂർ മുമ്പാണ് ചൈന ഔദ്യോഗികമായി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നു, ഇത് ഞങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്, ഖേദിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വാർ സിമിലർ സിറ്റുവേഷൻ ഉണ്ടായതിൽ ഞങ്ങൾക്ക് വലിയ ഖേദമുണ്ട്, ഇതുണ്ട്, ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്നല്ലാതെ ചൈന ഒന്നും പറഞ്ഞിട്ടില്ല. ചൈനയുടെ ആദ്യത്തെ പ്രതികരണം അതാണ്. അപ്പോൾ ഏതായാലും ഈ യുദ്ധത്തിൽ ഇടപെട്ട് തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ താല്പര്യമില്ലാത്തൊരു രാജ്യമാണ് ചൈന. വേണമെങ്കിൽ കുറച്ച് ആയുധമൊക്കെ കൊടുക്കും, കുറച്ച് നീ അടിച്ചോടാൻ മോനെ ഞാൻ കണ്ടു നിന്നോളാം എന്ന് പറയും. അങ്ങനെയല്ലാതെ ചൈന ലോകത്തൊരു രാജ്യത്തും പോയി ചൈന ഒരിടപെടൽ, തായ്വാൻ്റെ കാര്യത്തിലാണെങ്കിലും ചൈന ഇങ്ങനെ മസിൽ പെരുക്കി കാണിക്കുന്നതല്ലാതെ
തായ്വാനെ ചൈനയ്ക്ക് പിടിച്ചെടുക്കാൻ അരമണിക്കൂർ പോലും വേണ്ട. ഉം. പക്ഷേ ചൈന അത് ചെയ്യുന്നില്ല. കാരണം അമേരിക്കയുടെ ഒരു സാന്നിധ്യം ഒരു വേൾഡ് വാറിലേക്ക് പോകുമോ എന്നുള്ള സംശയം, ഇങ്ങനെ പല കാര്യങ്ങളുള്ളതുകൊണ്ട് ചൈന അങ്ങനെ ഇടപെടാതെ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും ചൈനയ്ക്ക് ഒരു അടി കിട്ടിയിരിക്കുന്നു. ഒരു അനാവശ്യമായി ചൈനയുടെ ഒരു യുദ്ധവിമാനം ഇന്ത്യൻ പ്രദേശത്തേക്ക് ഇടക്കുകയും ഇന്ത്യൻ സേനകളുടെ മിസൈലോ ഫയറിങ്ങോ ആയിട്ട് അത് താഴെ വീഴുകയും ചെയ്തിരിക്കുന്നു എന്നതുകൊണ്ട് ചൈനയ്ക്ക് മാരകമായ ഒരു അടിയാണ്. മാത്രമല്ല ചൈനീസ് റഡാർ സംവിധാനങ്ങൾ ചൈനീസ് കളിപ്പാട്ടം പോലെയാണെന്ന് തെളിയിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ വിലയിരുത്തപ്പെടാത്ത തരത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. യുദ്ധതന്ത്രങ്ങൾ വിലയിരുത്തുന്ന സൈറ്റുകൾ പറയുന്നത് ചൈനയ്ക്ക് വളരെ ക്ഷീണമുണ്ടായിരിക്കുന്നു. ചൈനയുടെ ഏറ്റവും ആധുനികമെന്ന് അഭിമാനത്തോടെ അവർ പറയുന്ന സീരീസിൽപ്പെട്ട JF-17 തകർന്നു വീണത് പാകിസ്ഥാനല്ല, ചൈനയ്ക്കാണ് വലിയ ക്ഷതമുണ്ടാക്കിയിരിക്കുന്നതാണ് വെസ്റ്റേൺ ഡിഫൻസ് സൈറ്റുകൾ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.